നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനക്കലി. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 പേർ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. വരന്തരപ്പള്ളി പഞ്ചായത്ത് 13-ാം വാർഡ് ലക്ഷംവീട് പ്രദേശത്തെ പഞ്ചായത്ത് കിണർ നവീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. പ്രദേശ് ക്ലബും കൊടകര ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടത്തിവരുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ജേഴ്സിയുടെ പ്രകാശനവും വിതരണോദ്ഘാടനവും സംഘടിപ്പിച്ചു. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയിലെ മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ രോഗി സംഗമം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനക്കലി. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 പേർ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്താപൂവം ഊരിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. വഞ്ചിക്കടവിൽ കുടിൽക്കെട്ടി താമസിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കാൻ എത്തിയതായിരുന്നു ഇവർ. തിങ്കളാഴ്ച രാത്രിയാണ് ആക്രമണമുണ്ടായത്. കാട്ടാനക്കൂട്ടം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം. ഇവർക്ക് പുറമെ ബന്ധുക്കളായ രമ, രവി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കാട്ടാന ആക്രമിക്കാൻ എത്തിയപ്പോൾ 4 പേരും ചിതറിയോടി. അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്നും സതീഷിന്റേത് പാറപ്പുറത്തു നിന്നുമാണ് കണ്ടെത്തിയത്. സതീഷിനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പുഴയിൽ ചാടിയ രമയും രവിയും സുരക്ഷിതരാണ്. മതപ്പാടിലുള്ള മഞ്ഞക്കൊമ്പൻ എന്ന ആനയാണ് ആക്രമിച്ചതെന്നാണ് വിവരം. വനം വകുപ്പ് സ്ഥലത്തെത്തി. മൃതദേഹങ്ങൾ സംഭവ സ്ഥലത്ത് തന്നെ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. സംഭവത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ വനം വകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ആശ്വാസധനം നൽകും. ഇതേ മേഖലയിൽ 3 പേരുടെ ജീവനാണ് 2 ദിവസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. മലക്കപ്പാറയിൽ ചൊവ്വാഴ്ച യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. അതിരപ്പിള്ളിയിൽ ബുധനാഴ്ച ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അതിരപ്പിള്ളി മേഖലയിലെ RRT സംവിധാനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ ഹർത്താൽ സംഘടിപ്പിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിലാണ് ഹർത്താൽ. പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കോടനാട് സ്വദേശിയായ കണ്ണിമോലാത്ത് വീട്ടിൽ 22 വയസ്സുള്ള സിദ്ധാർത്ഥ്, രായമംഗലം പുല്ലുവഴി സ്വദേശിയായ പൂനേലിൽ 19 വയസ്സുള്ള ജൂഡ്, കോടനാട് സ്വദേശിയായ കണ്ണിമോലാത്ത് വീട്ടിൽ 18 വയസ്സുള്ള ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത്. 13-ന് പുലർച്ചെ 1:30 സംഭവം. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കിലെത്തിയ പ്രതികൾ യാതൊരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 5 ട്രാക്കുകളിലെ ബൂം ബാരിയറുകൾക്ക് നാശം വരുത്തിയിട്ടുണ്ട്. ജാക്കി ലിവർ, വീൽ സ്പാനർ എന്നിവ ഉപയോഗിച്ച് ജീവനക്കാരെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തിയത്. പോലീസിനെ കണ്ടതോടെ പ്രതികൾ കാറിൽ കടന്നുകളഞ്ഞു. ടോൾ ജീവനക്കാരന്റെ പരാതിയിലാണ് അറസ്റ്റ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SI-മാരായ N പ്രദീപ്, റോയ് പൗലോസ്, ASI ആൻഡോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെഫിക് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പെരുമ്പാവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് 13-ാം വാർഡ് ലക്ഷംവീട് പ്രദേശത്തെ പഞ്ചായത്ത് കിണർ നവീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. പ്രശ്നത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. വരന്തരപ്പള്ളി പഞ്ചായത്ത് 13-ാം വാർഡിൽ ലക്ഷംവീട് പ്രദേശത്തെ 20ഓളം വീട്ടുകാർക്ക് ആശ്രയമായ ജലസമൃദ്ധമായ ഈ കിണറ്റിലെ വെള്ളം ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. സമീപത്തെ 5ഓളം വീട്ടുകാരാണ് പ്രധാനമായും ഇപ്പോൾ ഈ കിണറിനെ ആശ്രയിക്കുന്നത്. 2018-ലെ പ്രളയത്തിൽ പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. വീടുകളുടെ മേൽക്കൂര വരെ മുങ്ങിയ വെള്ളപ്പൊക്കത്തിനെ തുടർന്നാണ് ഈ കിണറ്റിലെ വെള്ളം ഉപയോഗശൂന്യമായത്. പിന്നീട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കിണർ ശുദ്ധീകരിച്ചെങ്കിലും കിണറ്റിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മുഴുവനായും നീക്കം ചെയ്തിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കിണറ്റിലെ വെള്ളത്തിന് നിറവ്യത്യാസവും ദുർഗന്ധവും ഉണ്ടാകുന്നതായി ഇവർ പറയുന്നു. പഞ്ചായത്ത് അധികൃതർക്കും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയെങ്കിലും കിണർ ശുദ്ധീകരിക്കാൻ നടപടിയായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു.
അപ്പോൾ ഈ കുഞ്ഞുമക്കളുള്ളോട്ട് ഈ വെള്ളം ഇങ്ങനെ ആയിട്ട് എന്താ ചെയ്യുക? ഞങ്ങൾ ഇത്ര തൊട്ടടുത്ത് ലക്ഷം വീട് എന്ന പേര്. ഞങ്ങൾക്ക് ഇത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ മതിലൊക്കെ ചാടി പോയിട്ട് ഞങ്ങൾക്ക് തുള്ളി വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ? ഇത് കൂടാതെ ഞങ്ങൾക്ക് വേറെ വെള്ളമില്ല. അപ്പോൾ ഓരോരുത്തരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ്, അതേപോലെ തന്നെ ആശാവർക്ക്, പിന്നെ മെമ്പർ, മറ്റേ നമ്മളെ ആസ്പത്രിയിലത്തെ ഹെൽത്തിൽ അവിടെ ചെന്ന് പറഞ്ഞു. അവരും വന്ന് നോക്കി. ഇതിനൊന്നും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇത് 2012 വെള്ളപ്പൊക്കത്തിൽ വന്നിട്ട് ഇതുവരെ ഒരു നടപടി ഇതിൽ ഉണ്ടായിട്ടില്ല. ചേറും കട്ടയും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. ഇതിൽ വെള്ളം മണ്ണാണ്. ഇപ്പോൾ പച്ച കളർ വന്നിട്ടുണ്ട്. ആകെ കാടും ഇതൊക്കെ പിടിച്ചത് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ കുഞ്ഞു മക്കളൊക്കെ വെള്ളം കുടിക്കുന്നതാണ്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഫുള്ള് ഉത്തരവാദിത്തം വെള്ളത്തിൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഏറ്റെടുക്കണം. എനിക്കാകെ ഇത്രയും പറയാനുള്ളൂ. അതേസമയം കിണർ എപ്പോഴും ജലസമൃദ്ധമായതാണ് നവീകരണത്തിന് തടസ്സമാകുന്നതെന്നും പ്രശ്നപരിഹാരത്തിനായി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയതായി അറിയിച്ചിട്ടുണ്ടെന്നും മുൻ വാർഡ് മെമ്പർ ശിവദാസൻ തൂയത്ത് പറഞ്ഞു. വാർഡ് മെമ്പർ പറഞ്ഞ് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ അത് തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ വൈകാത്ത രീതിയിൽ ഒന്ന് മറ്റേ കിണർ വറ്റിച്ച് കൊടുക്കാം എന്ന രീതിയിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പാസ്സായിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പാസ്സായി വർഷകാലമായ പോരാ. എത്രയും പെട്ടെന്ന് അതൊന്ന് വറ്റിച്ച് കിട്ടിയാൽ അത് നല്ല കാര്യമാണ്. അതുപോലെ തൊട്ടടുത്ത് വേറെ കിണറുണ്ട്. അങ്ങനെ ഈ വർഷക്കാലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രളയം വന്നതിനൊക്കെ ശേഷം സ്വാഭാവികമായിട്ട് ആ വെള്ളമൊക്കെ അങ്ങനെ നിലനിൽക്കുന്നത് വൃത്തിയാക്കി കുടിക്കലാണ് പതിവ്. തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും മഴയെത്തി കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് കിണർ നവീകരണം സാധ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. വരന്തരപ്പള്ളി പഞ്ചായത്ത് 13-ാം വാർഡിലെ ലക്ഷംവീട് പ്രദേശത്തെ ഈ പഞ്ചായത്ത് കിണർ നിലവിൽ ജലസമൃദ്ധമാണ്. വെള്ളത്തിൻ്റെ നിറവ്യത്യാസവും മണവും മൂലം വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത്. വർഷക്കാലത്തിന് മുൻപ് കിണർ നവീകരിക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ബ്രദേഴ്സ് ക്ലബ്ബും കൊടകര ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് ഫുട്ബോൾ കോച്ച് M. പീതാംബരന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ജേഴ്സിയുടെ പ്രകാശനവും വിതരണോദ്ഘാടനവും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ അതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, BDO KC ജെനീഷ്, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, പഞ്ചായത്ത് അംഗം സതി സുധീർ, പുതുക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പുതുക്കാട് CI V സജീഷ്, ഫാദർ പോൾ തേക്കാനത്ത്, അസിസ്റ്റന്റ് കോച്ച് ശ്രീജിത്ത് ഭാസ്കർ, അനിൽ കുമാർ, KS വിവേക്, ഗ്രൗണ്ട് കോർഡിനേറ്റർ അരവിന്ദാഷൻ, ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. ബ്രദേഴ്സ് ക്ലബ്ബ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് സംയുക്തമായിട്ടുള്ള ഒരു സമ്മർ ക്യാമ്പ് ഇവിടെ ഏതാണ്ട് ഒരു 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയിലെ മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ രോഗീ സംഗമം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപത ഹൃദയ പാലിയേറ്റീവിന്റെ സഹകരണത്തോടെ നടന്ന സംഗമം ഇരിങ്ങാലക്കുട രൂപത ഹൃദയ പാലിയേറ്റീവ് ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് മാളിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, ഫാദർ ജേസൺ ചെവല്ലൂർ, ബ്രദർ ജോഫിൻ താക്കൂൽക്കാരൻ, പാലിയേറ്റീവ് പ്രസിഡന്റ് ബെന്നി തുണ്ടുങ്ങൽ, മാതൃസംഘം പ്രസിഡന്റ് സ്മിത കണ്ണമ്പുഴ എന്നിവർ നേതൃത്വം നൽകി. രോഗികൾക്ക് സൗഖ്യം നൽകുന്ന കാരുണ്യവാനായ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഇന്നത്തെ ആശീർവദിക്കണമേ. ഇത് എല്ലാ രോഗികൾക്കും ദിവ്യൌഷധമായിരിക്കട്ടെ. ഈ ലേപനം വഴി 2024 മികച്ച സിനിമയ്ക്കുള്ള 48ാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. KV തമർ, സുധീഷ് സ്കറിയ, ഫാസിൽ മുഹമ്മദ് എന്നിവർ നിർമ്മിച്ച് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച ചിത്രം. ഇന്ദു ലക്ഷ്മിയാണ് മികച്ച സംവിധായക. അജയന്റെ രണ്ടാം മോഷണം, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ ടൊവിനോ തോമസ് മികച്ച നടനായി. നസ്രിയ നസീർ, റീമ കല്ലിങ്ങൽ എന്നിവർ മികച്ച നടിക്കുള്ള അവാർഡ് പങ്കിടും. കേരളത്തിൽ സംസ്ഥാന അവാർഡ് കഴിഞ്ഞാൽ അപേക്ഷ ക്ഷണിച്ച് ജൂറി കണ്ട് നിർണയിക്കുന്ന ഒരേയൊരു ചലച്ചിത്ര പുരസ്കാരമാണ് ഫിലിം ക്രിറ്റിക്സ്. 80 ചിത്രങ്ങളാണ് ഇത്തവണ അപേക്ഷിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റും
ജൂറി ചെയർമാനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറും ജനറൽ സെക്രട്ടറി തേക്കിൻകാട് ജോസഫുമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഡോക്ടർ ജോർജ് ഓണക്കൂർ ചെയർമാനും തേക്കിൻകാട് ജോസഫ്, എ ചന്ദ്രശേഖർ, ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ, ഡോക്ടർ ജോസ് കെ മാനുവൽ എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡുകൾ നിർണയിച്ചത്. രാപ്പാൾ മഠത്തി വീട്ടിൽ വിലാസിനിയമ്മ ട്രസ്റ്റ് ഒരുക്കുന്ന നൂപുരം സൗജന്യ നൃത്ത പരിശീലന ക്യാമ്പ് ബുധനാഴ്ച വൈകിട്ട് 5-ന് ആരംഭിക്കും. നർത്തകനും കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിലാസിനിയമ്മ ട്രസ്റ്റ് ചെയർമാൻ M ഹരിനാരായണൻ അധ്യക്ഷത വഹിക്കും. നൃത്താധ്യാപികയായ ഡോക്ടർ ചാന്ദിനി സലീഷ് ക്യാമ്പിന് നേതൃത്വം നൽകും. മെയ് 21 വരെ രാപ്പാൾ KLP സ്കൂളിൽ വൈകിട്ട് 5 മുതൽ 6:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9744312306, 7306780434 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കലാപഠനത്തിന്റെ മികച്ച കേന്ദ്രമാകുവാൻ സപ്തസ്വര കലാമന്ദിർ ബുധനാഴ്ച കൊടകര ഡോൺ ബോസ്കോ സ്കൂളിന് സമീപം കിടങ്ങത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 9-ന് ചലച്ചിത്ര പിന്നണി ഗായിക മിൻമിനി ഉദ്ഘാടനം നിർവഹിക്കും. ശാസ്ത്രീയ സംഗീതം, തബല, മൃദംഗം, വീണ, വയലിൻ, ഡ്രോയിംഗ്, നൃത്തം തുടങ്ങിയവ ഇവിടെ പരിശീലിപ്പിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. പവന് 280 രൂപയോളമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 4 ദിവസങ്ങൾക്ക് ശേഷം 70,000-ന് താഴെയെത്തി. ചൊവ്വാഴ്ച ഒരു പവൻ സ്വർണത്തിന്റെ വില 69,760 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 35 രൂപ കുറഞ്ഞ് 8,720 രൂപയായി. 2 ദിവസമായി 400 രൂപയാണ് പവന് കുറഞ്ഞത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില ആദ്യമായി 70,000 കടന്നത്. ചൊവ്വാഴ്ച വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 107 രൂപയാണ്. തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ അനിശ്ചിതത്വം നീങ്ങുന്നു. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താമെന്ന് നിയമോപദേശം. അഡ്വക്കേറ്റ് ജനറലാണ് നിയമോപദേശം നൽകിയത്. തിരുവമ്പാടി, പാറമേക്കാവ് വേല ആഘോഷങ്ങൾക്ക് വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഈ അനുമതി പൂരം വെടിക്കെട്ടിന് ബാധകമാണെന്നാണ് നിയമോപദേശം. പുതിയ കേന്ദ്ര നിയമമാണ് വെടിക്കെട്ടിന് തടസ്സമെന്നും കേന്ദ്രം നിയമ ഭേദഗതി നടത്തണമെന്നും മന്ത്രിമാരായ കെ രാജനും ആർ ബിന്ദുവും പ്രതികരിച്ചു. കേന്ദ്ര ഏജൻസിയായ പെസോയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാകും കലക്ടർ അനുമതി നൽകുക. കേന്ദ്ര നിയമപ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കാൻ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ തേക്കിൻകാട് മൈതാനത്തെ വെടിപ്പുര ഒഴിച്ചിടും. വെടിക്കെട്ട് പുരയും ഫയർ ലൈനും തമ്മിൽ 200 മീറ്റർ അകലം വേണമെന്നാണ് കേന്ദ്ര നിയമം. വെടിക്കെട്ട് പുര കാലിയാണെങ്കിൽ 200 മീറ്റർ അകലം പാലിക്കേണ്ടി വരില്ല. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലം കാലിയാക്കുമെന്ന് ദേവസ്വങ്ങൾ സത്യവാങ്മൂലം നൽകിയതോടെയാണ് വേല വെടിക്കെട്ടിന് ദേവസ്വങ്ങൾക്ക് അനുമതി ലഭിച്ചത്. വേലയ്ക്ക് 500 കിലോ വെടിക്കെട്ട് സാമഗ്രികളാണ് പൊട്ടിച്ചത്. ഇനി കാണാം ഇൻഫോ ടോക്ക്. ഒരു വ്യക്തി നടത്തുന്ന എല്ലാ ഇടപാടുകളും ആദായ നികുതി വകുപ്പ് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ ഡിജിറ്റൽ ഇടപാടുകളും ഉൾപ്പെടും. റിപ്പോർട്ടിലെ നിക്ഷേപങ്ങൾ, പിൻവലിക്കലുകൾ എന്നിവയെല്ലാം ഒരു നിശ്ചിത പരിധി കവിഞ്ഞാൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ആദായ നികുതി വകുപ്പിന് വിവരങ്ങൾ കൈമാറും. കൂടാതെ ഒരു വ്യക്തിയുടെ ചെലവുകളും വരുമാനവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുന്നതിന് ആദായ നികുതി വകുപ്പ് ഡാറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആദായ നികുതി വകുപ്പ് ശ്രദ്ധിക്കും. അതിപ്പോൾ ഒരൊറ്റ അക്കൗണ്ടിലായാലും ഒന്നിലധികം അക്കൗണ്ടുകളിലായാലും ബാങ്ക് അതിന്റെ വിവരങ്ങൾ നികുതി വകുപ്പിന് നൽകും. ഇതുകൊണ്ട് ഒരിക്കലും നികുതി വെട്ടിപ്പ് നടത്തിയെന്നല്ല അർത്ഥം. പക്ഷെ എവിടെ നിന്ന് ഇത്രയും പണം ലഭിച്ചു എന്നത് വ്യക്തമാക്കേണ്ടി വരും. ഇതിലുള്ള ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ പിഴയും നോട്ടീസും ലഭിക്കാം. FD പലിശ കൂടുന്ന സമയത്ത് ആളുകൾ കൂടുതലായും നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന്റെ ഉറവിടവും വ്യക്തമാക്കണം. ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ബോണ്ടുകൾ പോലുള്ളവയിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി നിക്ഷേപിക്കുകയാണെങ്കിൽ വിവരങ്ങൾ നൽകണം. വരുമാനവും നിക്ഷേപവും തമ്മിൽ വലിയ വ്യത്യാസം കണ്ടെത്തിയാൽ അന്വേഷണമുണ്ടായേക്കാം. പ്രതിമാസം 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി ക്രെഡിറ്റ് കാർഡിൽ ബില്ല് അടയ്ക്കേണ്ടി വരുമ്പോൾ അത് നികുതി വകുപ്പിന്റെ രേഖകളിലും വരും. എന്നാൽ ഇതിന് നേരിട്ട് നോട്ടീസ് ലഭിക്കില്ല. പക്ഷെ ഇത് ആവർത്തിച്ചാൽ എവിടെ നിന്ന് ഇത്രയും പണം ലഭിച്ചു എന്ന ചോദ്യം ഉയർന്നേക്കാം. അതിനാൽ ഇത്രയും വലിയ ഇടപാടുകൾ ഡിജിറ്റലായി നടത്തുന്നതാണ് നല്ലത്. ഇനി
കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആർദ്രം മെഡിക്കൽ ഓഫീസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത MBBS ബിരുദം. TCMC രജിസ്ട്രേഷൻ. താൽപ്പര്യമുള്ളവർ അപേക്ഷ ഏപ്രിൽ 23 വൈകിട്ട് 5 മണിക്ക് മുൻപ് വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ സമർപ്പിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വിവരാവകാശ നിയമം മനുഷ്യാവകാശ സംരക്ഷണത്തിന് എന്ന വിഷയത്തെക്കുറിച്ച് കേരള തലത്തിൽ പൊതുജനങ്ങൾക്കായി ഒരു ലേഖന മത്സരം സംഘടിപ്പിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് 500 വാക്കുകളിൽ കുറയാതെയും 1000 വാക്കുകളിൽ കവിയാതെയും ലേഖനം തയ്യാറാക്കി ഏപ്രിൽ 22 4 മണിക്ക് മുൻപായി ജോയ് കൈതാരത്ത്, SHRPC, വെള്ളിക്കുളങ്ങര, തൃശൂർ 680699 എന്ന മേൽവിലാസത്തിൽ അയക്കുക. വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിക്കുന്നതാണ്. ലേഖനങ്ങൾ SHRPC 2003@gmail.com എന്ന മെയിൽ ഐഡിയിലും അയക്കാം. വിശദ വിവരങ്ങൾക്ക് 9446619611 എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8720 രൂപ, പവന് 69,760 രൂപ. വേലൂപ്പാടം പരേതനായ ചീരത്തോടി അലവി ഭാര്യ ഉണ്ണീമ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. ഫാത്തിമ, മുഹമ്മദ്, ഖദീജ, അസീസ്, സിദ്ദിഖ്, ഹുസൈൻ എന്നിവർ മക്കളും. ആലി, അബ്ദുൽ റഹ്മാൻ, സക്കീന, ആസ്യ, റംല, ഷൈബു എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ അമ്മുത്തൻ ജെയിംസ് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ നായരങ്ങാടി കറുകയിൽ തങ്കപ്പൻ നായർ ഭാര്യ മംഗലത്ത് ലക്ഷ്മിക്കുട്ടിയമ്മ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രമതി, രമണി, വേണുഗോപാൽ, രവീന്ദ്രൻ, സുമ എന്നിവർ മക്കളും. സുകുമാരൻ, സുമ, രമ, അജിത്ത് എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ ചക്കാലയ്ക്കൽ റപ്പായി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനിയാണ് ഭാര്യ. ബിജു, ബൈജു എന്നിവർ മക്കളും. രജിത, അമ്പിളി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കലി. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 പേർ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. വരന്തരപ്പള്ളി പഞ്ചായത്ത് 13ാം വാർഡ് ലക്ഷംവീട് പ്രദേശത്തെ പഞ്ചായത്ത് കിണർ നവീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. പ്രദേശ് ക്ലബും കൊടകര ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടത്തിവരുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ജേഴ്സിയുടെ പ്രകാശനവും വിതരണോദ്ഘാടനവും സംഘടിപ്പിച്ചു. മുന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയിലെ മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ രോഗീ സംഗമം സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.